ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൗണ്ട് കേക്കാണ്. ഇത് ഞാനിവിടെ ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കാം. ഞാൻ 1.5 കപ്പ് കേക്ക് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കേക്ക് ഫ്ലോർ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ അത് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ താല്പര്യം. നോർമലി ഒരു പൗണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ 1 പൗണ്ട് ബട്ടർ, 1 പൗണ്ട് ഫ്ലോറ്, 1 പൗണ്ട് എഗ്ഗ്, 1 പൗണ്ട് ഷുഗർ, ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് അതിൻ്റെ പകുതി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ വരും. അപ്പോൾ നമുക്ക് അത്രയും ചെയ്ത് എടുക്കാൻ അതിൻ്റെ മൗൾഡ് എൻ്റെ കയ്യിലില്ല, ചെറിയ മൗൾഡാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് വരുന്ന ഒരു പോർഷൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 കപ്പ് മൈദയും കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ ഇത് മാറ്റി വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. ബേസിക്കലി ഒരു ബട്ടർ കേക്കാണിത്. ബട്ടർ കേക്കിൽ ലീവനിങ് ഏജൻ്റായിട്ട് എഗ്ഗും ബേക്കിംഗ് പൗഡറും മാത്രമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് അല്ലെങ്കിൽ 225 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഒന്നുകിൽ ബലൂൺ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊന്നും നന്നായി ഒന്ന് മിക്സായി ഒന്ന് ആ ഒരു യെല്ലോയിഷ് കളറിൽ നിന്ന് മാറി ഒരു പേൽ യെല്ലോ ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ തെറിച്ച് പോയതൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ള സാധാരണ നോർമൽ പഞ്ചസാരയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഹാൻഡ് വിസ്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 എഗ്ഗാണ്. ഈ 3 എഗ്ഗ് ഒന്നാകെ ചേർക്കരുത്, ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ എഗ്ഗും നന്നായി തന്നെ ബട്ടറുമായിട്ട് മിക്സായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നത്. ഒരെണ്ണം ചേർത്ത് മിക്സ് ചെയ്തു. ഇനി രണ്ടാമത്തത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തതും ചേർക്കാം. മൂന്നാമത്തെ എഗ്ഗ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കേക്കിന് എഗ്ഗിൻ്റെ സ്മെല്ല് വരുന്നു തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളെ ചാനലിലുള്ള ജ്യോതി മധു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എഗ്ഗിൻ്റെ സ്മെല്ല് മിക്കവാറും പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതൊക്കെ സൈഡിൽ നിന്നൊന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഫ്ലോറൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഫ്ലോറും അതുപോലെ തന്നെ 3-4 ബാച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി. ഒരുപാട് വെച്ച് നമ്മൾ പതപ്പിച്ചെടുക്കാൻ ബീറ്റ് ചെയ്യുന്നത് പോലെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗ്ഗും ബട്ടറും കൂടെ ഒന്ന് മൈദയായിട്ട് ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. മാത്രമല്ല ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ടെക്സ്ചറിന് വ്യത്യാസം വരും. അപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യാത്തതാണ് നല്ലത്. ഒരു ബലൂൺ വിസ്കോ ഹാൻഡ് വിസ്കോ തന്നെ ധാരാളമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് സമയം മൈദ അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ഫ്ലോറാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ഒരുപാട് സമയം മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് ഒന്ന് മിക്സായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള മൗൾഡൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ
നോർമലി ലോഫ് പാനിലാണ് പൗണ്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ലോഫ് പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാന്. ഇതിപ്പോൾ ഒരു 10x3x4 പാനാണ്. അപ്പോൾ ഞാനിത് ഒരല്പം ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. എല്ലാ വശത്തും ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ അടിഭാഗത്തായിട്ട് ഒരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് മറിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു നോർമൽ വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ ഒരല്പം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ആ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. സാധാരണ ഒരു A4 ഷീറ്റോ A3 ഷീറ്റോ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പർ അതിൻ്റെ മുകളിൽ ബട്ടർ അല്പം സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് അത് ഉപയോഗിക്കാം നമുക്ക് ബട്ടർ പേപ്പറിന് പകരം. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ വച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് 3-4 തവണ ഒന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനിലല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊരു പാത്രത്തിനകത്ത് ഒരല്പം മണലാണ് വെച്ചിട്ടുള്ളത്. ഇതിന് പകരം സോൾട്ട് ഉപയോഗിക്കാം. സ്റ്റാൻഡും വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കേക്ക് മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ, പിന്നെ ഒരു 60 മിനിറ്റ് 65 മിനിറ്റ്, ചിലപ്പം പാത്രത്തിനനുസരിച്ച് ഒരു ചെറിയ വ്യത്യാസം വരും. 65 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊരു 65 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റും പിന്നെ ഒരു 65 മിനിറ്റും കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് മൊത്തം 75 മിനിറ്റ് ഇത് നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിരുന്ന സ്റ്റാൻഡ് ഒരല്പം ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് പൊങ്ങി വന്നപ്പോൾ സൈഡിലേക്ക് കുറച്ച് നീങ്ങിപ്പോയി. അപ്പോൾ അത് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇനി ഇത് നമുക്ക് തട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പൗണ്ട് കേക്ക്. ബേസിക്കലി ഒരു ബട്ടർ കേക്കാണ്. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും പൗണ്ടിൽ വരുന്ന സമയത്ത് ആയതുകൊണ്ടാണ് ഇതിന് ഒരു പൗണ്ട് കേക്ക് എന്ന് പറയുന്നത്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 453 ഗ്രാമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇപ്പം ഞാനിത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. കടയിൽ നിന്ന് തന്നെ 150 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഈക്വൽ പകുതി എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.